ഹായ് ഓൾ, അസ്സാം വലൈക്കും. ഹസീന ഉബൈദ് നമ്മളെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മളെ വീടിന്ന് ഇങ്ങനെ നല്ല നീറ്റായി നല്ല ക്ലീനായിട്ട് വെക്കാമെന്നുള്ളൊരു വീഡിയോ നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. രാവിലെ മുതലുള്ള കുറച്ചൊരു കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കാൻ നോക്കണേ. നമ്മളെ വീടൊക്കെ നല്ല നീറ്റായിട്ട് കൊണ്ടുവെക്കാൻ ആരെങ്കിലും വരുമ്പോൾ ഇല്ലതും അവിടെ പരന്ന് കിടന്ന് ഇവിടെ പരന്ന് കിടന്ന് അങ്ങനെ ഒരു മോശം നമുക്ക് എല്ലാവർക്കും നമ്മളെ വീട് അവരുടെ വീട് നല്ല വൃത്തിയുണ്ട് നല്ല ക്ലീനായിട്ട് അങ്ങനെ അത് കേൾക്കാനല്ലേ നമുക്ക് ഇഷ്ടമുണ്ടാവുക. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടിട്ട് തരാം. പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് തരാം. രാവിലെ എണീറ്റ് നമ്മളെ പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അടുക്കളയിലേക്ക് ഇറങ്ങി ചായ ഉണ്ടാക്കി മുട്ടയും പഴം കൂടി പുഴുങ്ങുകയാണ്. രാവിലെ കട്ടൻ ചായക്ക് മുട്ടയും പഴമൊക്കെ പുഴുങ്ങിയതാണ് ഉമ്മാക്ക് കൊടുക്കുക. അപ്പോൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ മുറ്റടിക്കാൻ ഇറങ്ങും. മുറ്റടിക്കൽ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ അപ്പവും കറിയൊക്കെ ഉണ്ടാക്കാറ്. ഒക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ചായയൊക്കെ കുടിക്കുള്ളൂ. ഇപ്പോൾ ഇതാ മുറ്റടിക്കാൻ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ മുറ്റടിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ രാവിലെ തന്നെ നല്ല വെയിലുണ്ടാവും കേട്ടോ, നല്ല ചൂടുമാണ്. അപ്പോൾ മുറ്റടിക്കൽ കഴിഞ്ഞ് വരുമ്പോഴത്തേന് തന്നെ ക്ഷീണിക്കും. ഇപ്പോൾ ഇതാ ഞാൻ മുറ്റൊക്കെ അടിച്ച് അപ്പോൾ നമുക്ക് എല്ലാം നമ്മൾ ഡെയിലി ചെയ്യണല്ലേ. അപ്പോൾ നമ്മൾക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, ഇത് എങ്ങനെ ചെയ്യണം, നമ്മൾ ഇത്ര മണിയാകുമ്പോഴത്തേന് ഇന്ന ജോലി തീർക്കണം, അങ്ങനെയൊക്കെ നമ്മളൊരു കണക്ക് വെച്ചാൽ നമ്മളെ ജോലികളൊക്കെ പെട്ടെന്ന് നമ്മൾക്ക് തീർക്കാൻ കഴിയും. ഇപ്പോൾ ഞാനിതാ മുറ്റടിച്ച് ഉരലൊക്കെ കഴിഞ്ഞ് എല്ലായിടത്തും ക്ലീനാക്കി. അപ്പോൾ രാവിലെ എണീറ്റാൽ നമ്മൾ വേഗം ഫ്രണ്ടിൽ മുറ്റമൊക്കെ വേഗം അടിച്ചു വരി. നമ്മളെ വീട്ടിലേക്ക് ആരെങ്കിലും പെട്ടെന്ന് കയറി വരുമ്പോൾ ഈ കച്ചറ ഇല അതൊക്കെ കിടക്കുമ്പോൾ നമ്മൾക്കൊരു മോശത്തരല്ലേ. മുറ്റൊക്കെ അടിച്ച് വരി ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ വന്ന് കട്ടൻ ചായ കുടിക്കണം. സ്വസ്ഥതായിട്ട് ചായ നല്ല ആസ്വദിച്ച് കുടിക്കണം. ഇങ്ങനെ ഈ ഒരു പുറത്തൊരു വരാന്ത ഉണ്ട്, അവിടെ വന്ന് ഇരുന്ന് കുടിക്കുമ്പോൾ നല്ല നമ്മൾ പ്രകൃതിയിലൊക്കെ നോക്കി അങ്ങനെ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നമുക്ക് കുടിക്കുമ്പോൾ നല്ലൊരു രസമാണ്. നമ്മൾക്ക് തന്നെ നല്ലൊരു എനർജിയൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതാ കട്ടൻ ചായ കുടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ളത് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. കട്ടൻ ചായ ഒക്കെ കുടിച്ച് ഞാൻ വന്ന് അപ്പോൾ ഞാൻ മുറ്റടിക്കുമ്പോൾ ഇങ്ങനെ കണ്ടിരുന്നു കേട്ടോ, 2-3 ചെടികൾക്ക് കുറച്ചൊരു ക്ഷീണം പറ്റിയിട്ടുണ്ട്. വെള്ളം കിട്ടാത്തതിൻ്റെതാണ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ വേഗം കുറച്ച് നല്ല ക്ഷീണം പറ്റിയ ചെടികൾക്കൊക്കെ ഒന്ന് നനച്ചു കൊടുത്ത്. അപ്പോൾ തന്നെ ചില ഇലകളൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നുണ്ടാവല്ലോ. അപ്പോൾ നമ്മൾ ചെടി വെട്ടണ കത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഉണങ്ങി നിൽക്കുന്ന ഇലകളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണേ. അപ്പോൾ ആ ചെടി നല്ലൊരു ഫ്രഷായിട്ട് നമ്മൾക്ക് നിൽക്കുന്നത് കാണാൻ കഴിയുള്ളൂ. ഇപ്പോൾ അത് കുറച്ച് എല്ലാ ചെടികൾക്കൊന്നും നനച്ചിട്ടില്ല, കുറച്ച് മാത്രം ഇങ്ങനെ വെള്ളത്തിൻ്റെ കുറവുള്ള ചെടികൾക്ക് മാത്രം ഒന്നിങ്ങനെ നനച്ചു കൊടുത്ത്. ചെടികൾക്ക് നനച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഇതാണ് ചെയ്യുന്നത്. നമ്മൾ സിറ്റ് ഔട്ടിൽ നമ്മൾ കയറി വരുന്നിടത്ത് തന്നെ ഇതുപോലെ കുറേ ചെരുപ്പുകൾ കൂട്ടിയിട്ടുണ്ടാവും, കുട്ടികളതും വലിയവരതൊക്കെ ആയിട്ട്. അപ്പോൾ അത് കഴുകാനുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക. ബാക്കിയുള്ള ചെരുപ്പുകളൊക്കെ നമ്മൾ ചെരുപ്പ് വെക്കുന്ന സ്റ്റാൻഡൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ ഇതുപോലെ ഈ ചവിട്ടിയൊക്കെ ഒന്ന് കൊട്ടി ഇവിടെ ഈ തിണ്ടൊക്കെ ഞാനൊന്ന് വെള്ളം ഒഴിച്ച് കഴുകിയിട്ടതായിരുന്നു കേട്ടോ. പിന്നെ ഇനി അവിടെ ഒരു ചവിട്ടിയും കൂടി ഇടാനുണ്ടായിരുന്നു. പിന്നെ അവിടെ നമ്മൾ ആദ്യമായിട്ട് ഫ്രണ്ടിൽ സിറ്റ് ഔട്ടൊക്കെയാണ് നമ്മളൊന്നുകൊണ്ട് ക്ലീൻ ചെയ്തിടുക. അപ്പോൾ രാവിലെ നമ്മൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. സ്റ്റെപ്പൊക്കെ മഫ് എടുത്ത് കൊടുന്ന് അവിടെയൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ ഇടാനുള്ള ചവിട്ടിയൊക്കെ ഒന്ന് നല്ലപോലെ ഇട്ടെടുത്ത് പിന്നെ ഇനി അടുത്തത് നമ്മൾ ക്ലീൻ ആക്കേണ്ടത് സിറ്റ് ഔട്ടാണ്. ഇപ്പോൾ ഏതാ നമ്മളെ മുറ്റം ഫ്രണ്ടിലൊക്കെ ഇപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. രാവിലെ തന്നെ ഇപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്യാൻ നോക്കുക. ഇപ്പോൾ നല്ല നീറ്റായിട്ട് കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ സിറ്റ് ഔട്ട് ഒന്ന് നല്ലപോലെ അടിച്ചു തരി. പിന്നെ അവിടെ ഒന്ന് നല്ല തുടച്ച് എല്ലാതും ഒന്ന് ക്ലീനാക്കി ചവിട്ടിയൊക്കെ അവിടെ നിന്ന് എടുത്ത് കൊട്ടി മാറ്റിയതിന് ശേഷം അടിച്ചു തരിയതിന് ശേഷം പിന്നെ നമ്മൾക്ക് അവിടെ നിന്ന് തുടക്കുക. സിറ്റൗട്ട് ക്ലീനാക്കുമ്പോൾ തന്നെ നമ്മളെ ഈ ഒരു ടീപ്പോയി ഉണ്ടല്ലോ, ടീപ്പോയി അതുപോലെ നമ്മളെ ചെടിയൊക്കെ ഒന്ന് പോട്ട് അതൊക്കെ അതിലൊക്കെ പൊടിയൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് ഡെയിലി തുടക്കണമെന്നൊന്നുമില്ല, 2 ദിവസം കൂടുമ്പോഴൊക്കെ നമ്മളിതൊന്നിങ്ങനെ ഒന്ന് ക്ലീൻ ആക്കണം. അതിലെ പൊടിയും ഒക്കെ ഒന്ന് നമ്മൾ തുടച്ച് മാറ്റണം. അതുപോലെ തന്നെ ഇതുപോലെയുള്ള നമ്മളെ ഈ ടൈലിൻ്റെ ഒരു സൈഡ് ഭാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ,
ഈ ഭാഗങ്ങളിലൊക്കെ പൊടി ഉണ്ടാവും, അതും ഒന്ന് നമ്മൾ തുടക്കുക. അവിടെ ആ പൊടികളും ഒക്കെ തുടച്ചതിന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മഫ് എടുത്ത് നമ്മളിതാ സിറ്റ് ഔട്ട് ഇതുപോലെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം ഉണങ്ങിയതിന് ശേഷം നമ്മൾ പിന്നെ അവിടെ ഇടുന്ന ചവിട്ടി ഉണ്ടാവുമല്ലോ, ആ ചവിട്ടി നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. നല്ല നീറ്റായിട്ട് അവിടെ കൊടുക്കും. ഇപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടും അതുപോലെ ഫ്രണ്ടിലുള്ള സ്റ്റെപ്പ്, അതുപോലെ ഫ്രണ്ടിൽ മുറ്റം, അതൊക്കെ ഇപ്പോൾ നമ്മൾ നല്ല നീറ്റായി നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ രാവിലെ തന്നെ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മളെ വീട്ടിലേക്കൊക്കെ ആരെങ്കിലും കയറി വരുമ്പോൾ അയ്യേ അവിടെ എന്താ വൃത്തിയില്ലാതെ എന്നല്ലാതെ നമ്മൾക്കൊരു മോശത്തരാണ്, അപ്പോൾ അതില്ലാണ്ടാവും. അപ്പോൾ ഇത് എല്ലാവരും രാവിലെ നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ സോഫയിലുണ്ടാവും നമ്മളെ മക്കൾ കളിച്ചിട്ട് അവരെ കളിപ്പാട്ടങ്ങളൊക്കെ ഇട്ടിട്ട്, അതുപോലെ ബുക്ക്, പേന, പെൻസിൽ ഇതൊക്കെ. അപ്പോൾ അതിന് നമ്മളിതാ ഇതുപോലെ ഒരു ബാസ്ക്കറ്റ് എടുത്തിട്ട് രാവിലെ തന്നെ ഇതൊക്കെ ഒന്ന് ഇതിലേക്കൊക്കെ പെറുക്കിയിടാം. കുട്ടികളെ കളിപ്പാട്ടങ്ങളൊക്കെ സോഫയിൽ നിന്ന് പെറുക്കി വെച്ചതിന് ശേഷം ഇതുപോലെ സോഫിൻ്റെ കവർ ഉണ്ടാവും, ആ കവർ നല്ലപോലെ ഇങ്ങനെ എടുത്തിട്ട് അത് നമ്മൾ എങ്ങനെയാണ് അത് ഫോൾഡ് ചെയ്ത് വെക്കേണ്ടത് അതുപോലെ നല്ലപോലെ ഫോൾഡ് ചെയ്ത് വെച്ച് നല്ല നീറ്റാക്കി നമ്മൾക്ക് വെക്കാം. ഇപ്പോൾ നമ്മളെ ഫ്രണ്ടിലെ മുറ്റം, നമ്മളെ സിറ്റ് ഔട്ട്, ഹാള് ഒക്കെ ഇതുപോലെ നല്ല നീറ്റായിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മളെ ജനലുകളൊക്കെ ഒന്ന് തുറന്നിടാം. രാവിലെ എണീറ്റപ്പാടെ തന്നെ ജനലുകളൊക്കെ ഒന്ന് തുറന്ന് നമ്മൾക്ക് നല്ലൊരു കാറ്റും വെളിച്ചമൊക്കെ കിട്ടാനൊക്കെ ജനലൊക്കെ തുറന്നിടുന്നത് നല്ലതാണ്. ഇപ്പോൾ അടുത്ത് നമ്മളെ റൂമിലാണ്. ബെഡ്റൂമിൽ നമ്മൾ കിടന്ന് എണീറ്റ് വരുമ്പോഴത്തന്നെ നമ്മൾ ഇത് ചെയ്യണം. പിന്നെ നമ്മൾ ആ റൂമിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് നല്ലൊരു സന്തോഷം നോക്കുക. അല്ലെങ്കിൽ നമ്മളത് കിടന്ന് എണീറ്റപ്പാട് പുതപ്പ് അവിടെ ബെഡ്ഷീറ്റ് ഇങ്ങനെ ചുക്കി ചുളിഞ്ഞ് അങ്ങനെയൊക്കെ കിടക്കുമ്പോൾ പിന്നെ നമ്മൾക്ക് ആ റൂമിലേക്ക് വരാനേ തോന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ എണീറ്റ് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ അതുപോലെയൊക്കെ നല്ലപോലെ ബെഡ്ഷീറ്റൊക്കെ നല്ല നീറ്റാക്കി ഇടുക. പിന്നെ ഇതുപോലെ നമ്മൾ കർട്ടനൊക്കെ ഒന്ന് നീക്കി ജനലൊക്കെ ഒന്ന് തുറന്നിട്ടെടുക്കുക. നമുക്ക് നമ്മളെ റൂമിലേക്ക് നല്ലൊരു കാറ്റും വെളിച്ചമൊക്കെ കിട്ടാൻ നല്ലതാണ് ഇതൊക്കെ. ഇപ്പോൾ ഇതാ നമ്മളെ റൂമും നല്ല നീറ്റായിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുന്നേയൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, മുറ്റടിക്കൽ കഴിഞ്ഞാലാണ് ഞാൻ അപ്പം കറിയൊക്കെ ഉണ്ടാക്കുക എന്നിട്ടാണ്. ഞാൻ മുറ്റടിക്കൽ കഴിഞ്ഞതിന് ശേഷം അപ്പം കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നുണ്ട്. കഴിച്ചതിന് ശേഷമാണ് പിന്നെ ചെടിക്കൊക്കെ നനച്ചത്. പിന്നെ എല്ലാവരും കുട്ടികൾ സ്കൂളിലൊക്കെ പോകുന്നവരൊക്കെ ആവുമല്ലോ അല്ലേ. അപ്പോൾ കുട്ടികൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ പിന്നെ അവരെ പറഞ്ഞയച്ചിട്ടേ നമ്മൾക്ക് ഇതിനൊക്കെ നിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ പോയതിന് ശേഷം പിന്നെ അപ്പോൾ ഒരു തിരക്കാവുമല്ലോ, എല്ലതും അങ്ങനെ ഓരോന്ന് പരത്തിയിട്ടിട്ടൊക്കെ. അപ്പോൾ കുട്ടികൾ സ്കൂളിലേക്ക് പോയതിന് ശേഷം നമ്മൾ ഇതിനെല്ലാം നിൽക്കുക. അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ ടൈം കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ കുട്ടികളെ പറഞ്ഞയക്കലൊക്കെ കൂടി ചിലപ്പോൾ നടക്കില്ല. അപ്പോൾ അടുത്ത ഒന്നാണ്, നമ്മളെല്ലാവരും വേദനയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് അല്ലേ. അപ്പോൾ എല്ലാവരും രാത്രി ഉരവേദന, കാലുവേദന ഒക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ തലവേദന ഒക്കെ നമ്മളെ കയ്യിലോ കാലിലൊക്കെ തേച്ചിട്ട് നമ്മളെ ജനലിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വെക്കും. അതുപോലെ വിക്സൊക്കെ പെട്ടെന്ന് നമ്മളെ കട്ടിലിൻ്റെ അടുത്ത് നമുക്ക് ഇങ്ങനെ വെക്കും. അപ്പോൾ രാവിലെ നമ്മൾക്ക് ഓർമ്മയില്ലാതെ അവിടെ ഇരിക്കും. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇതൊക്കെ ഓർമ്മയാക്കിയിട്ട് ഇത് അതിൻ്റെ സ്ഥലത്തേക്ക് അങ്ങനെ മാറ്റി വെക്കുക. ഒരു കാര്യമാണ് കൂടുതൽ പേരും കണ്ടിട്ടുണ്ട്. ഞാനിതൊന്നും ചെയ്യാറില്ല കേട്ടോ. ഞാൻ അപ്പോൾ ഇത് വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ പല വീട്ടിലും ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എല്ലാവരും ഇതൊക്കെ ഒരു തെറ്റായ നമ്മളെ റൂമൊന്നും ഒരു നീറ്റായിട്ടിരിക്കില്ല ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊന്നും ചെയ്യാറില്ല. ഇപ്പോൾ ഇതുപോലെ തോർത്ത് കുളിയൊക്കെ കഴിഞ്ഞാൽ ജനൽമ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾക്കൊരു വൃത്തിയേടില്ലേ. അപ്പോൾ ഇതൊരിക്കലും ഇത് ചെയ്യരുത്. ഇത് നമ്മൾ ആങ്കർ ഉണ്ടാവില്ല, നമ്മൾ ആങ്കറിൽ കൊളുത്തിയിടുക. ഇതവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നമ്മൾക്ക് ആങ്കറിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എടുത്തേക്കണം. ഇങ്ങനെ ജനലിൽ ഒരിക്കലും ഇത് അങ്ങനെ വെക്കരുത്. ഭയങ്കര ബോറാണ് അതൊക്കെ കാണുമ്പോൾ.
പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ നമ്മളെ ടേബിളിൽ നമ്മളെ ഡോറിൻ്റെ കീ ഒക്കെ നമ്മൾ ഡോർ തുറന്നിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടോ. അപ്പോൾ അത് അതിൻ്റെ സ്ഥാനത്തേക്ക് അങ്ങനെ മാറ്റി വെക്കുക. പിന്നെ ടേബിളൊക്കെ ഒന്ന് നല്ലപോലെ തുടച്ച് ഫ്ലവർ വേസൊക്കെ ഉണ്ടാവുമല്ലോ ടേബിളിൽ, അതിൽ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് നല്ലപോലെ ഒന്ന് നീറ്റാക്കി വെക്കുക. ഇപ്പോൾ നമ്മളെ ടേബിളും നല്ലപോലെ നീറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഹാളും നീറ്റായി, റൂം നീറ്റായി, സിറ്റ് ഔട്ടൊക്കെ നല്ല നീറ്റായിട്ടുണ്ട്. ഇതുപോലെ നമ്മളെ എല്ലാ റൂമിലും ബെഡ്ഷീറ്റുകളും എല്ലാതും ഒന്ന് നമുക്ക് റെഡിയാക്കി ഇടാം. അതുപോലെ തന്നെ കർട്ടനൊക്കെ ഒന്ന് നീക്കിയിട്ട് ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് എല്ലാ റൂമിലേക്കും ഒന്ന് നല്ല വെളിച്ചവും കാറ്റൊക്കെ ഒന്ന് കിട്ടുന്ന വിധത്തിൽ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ ജനലൊക്കെ ഒന്ന് അടച്ചിടാം കേട്ടോ. ഇല്ലെങ്കിൽ ഇപ്പോൾ നല്ല പൊടിയൊക്കെ പറന്നൊരു സീസണല്ലേ, അപ്പോൾ നമ്മൾ റൂമിലേക്കൊക്കെ പൊടിയൊക്കെ പാറാൻ സാധ്യത ഉണ്ട്. ഇപ്പോൾ ഇതാ ഇവിടെ നല്ല നീറ്റായിട്ടുണ്ട്. പിന്നെ ബെഡ്ഷീറ്റ് നമ്മൾ ഇതുപോലെ നല്ല ടൈറ്റിൽ വിരിക്കാൻ എങ്ങനെയാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യട്ടോ. നല്ല വൃത്തിയിൽ ഇത് ഞാനൊരു ട്രിക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട്. അതാണിത് ഇത്രയും നല്ല വൃത്തിയിൽ കിടക്കുന്നുണ്ടല്ലേ. അപ്പോൾ അത് എങ്ങനെയാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ വീഡിയോ വേണോ വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ ഇനി ഇതുപോലെയുള്ള വീഡിയോ ചെയ്യണോ അതോ വേറെ എന്തെങ്കിലും വീഡിയോ വേണോ എന്നൊക്കെ ഉള്ളത്, എന്ത് വീഡിയോ ആണ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണേ. ഇപ്പോൾ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. രാവിലെ നമ്മൾ എണീറ്റിട്ട് ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളെ വീട്ടിലേക്കൊക്കെ പെട്ടെന്ന് കയറി വരുമ്പോൾ ഇങ്ങനെ എല്ലാതും ഇങ്ങനെ ഒരു വൃത്തികേടായി കിടക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല നീറ്റായി കിടക്കുക. രാവിലെ എണീറ്റപാട് നമ്മൾ കിച്ചണിൽ ചായൻ്റെ പണി, കുട്ടികൾ സ്കൂൾക്ക് പോകണോ ധൃതി അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കഴിഞ്ഞിട്ട് വേഗം നമ്മൾ ഇതൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ. എല്ലാ അഭിപ്രായങ്ങളും എല്ലതും കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. താങ്ക് യു. ബൈ.